നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. രക്ഷാപ്രവർത്തനത്തിനിടെ കൊട്ടാരക്കര നെടുവത്തൂരിൽ ദാരുണാപകടം. കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനുൾപ്പെടെ 3 പേർ മരിച്ചു. കിണറിന്റെ കൈവരി ഇടിഞ്ഞു വീണാണ് അപകടം. പുനലൂരിൽ കല്ലടയാറിന് കുറുകെ പാലം നിർമ്മിക്കുന്നു. സാധ്യതാ പഠനത്തിന് തുടക്കം. സർവേ നടപടികൾ ആരംഭിച്ചു. 120 മീറ്റർ നീളത്തിലാണ് പാലം. ദീപാവലി അവധി. റെയിൽവേ സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചു. ബംഗളൂരുവിൽ നിന്ന് കൊല്ലത്തേക്കും തിരിച്ചും 2 സ്പെഷ്യൽ ട്രെയിനുകളാണ് പ്രഖ്യാപിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. രക്ഷാപ്രവർത്തനത്തിനിടെ ദാരുണാപകടം. കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനുൾപ്പെടെ 3 പേർ മരിച്ചു. രക്ഷാപ്രവർത്തനത്തിനിടെ കിണറിന്റെ കൈവരി ഇടിഞ്ഞു വീണാണ് അപകടം. കൊട്ടാരക്കര നെടുവത്തൂരിലായിരുന്നു സംഭവം. കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ 3 പേർ മരിച്ചത്. കൊല്ലം നെടുവത്തൂരിലായിരുന്നു സംഭവം. രക്ഷാപ്രവർത്തനത്തിനിടെ കിണറിന്റെ കൈവരി ഇടിഞ്ഞു വീണതാണ് അപകടത്തിന് കാരണം. അർദ്ധരാത്രി 12 മണിയോടെയാണ് സംഭവം. നെടുവത്തൂർ സ്വദേശിനി അർച്ചന, സുഹൃത്തായ ശിവകൃഷ്ണൻ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ സോണി എസ് കുമാർ എന്നിവരാണ് മരിച്ചത്. സുഹൃത്തായ ശിവകൃഷ്ണനുമായി കഴിഞ്ഞ ദിവസം രാത്രിയിൽ അർച്ചന വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് യുവതി കിണറ്റിൽ ചാടിയതെന്നാണ് നിഗമനം. അർച്ചനയെ രക്ഷിക്കാനായി ശിവകൃഷ്ണൻ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തുമ്പോൾ അർച്ചനയ്ക്ക് ജീവനുണ്ടായിരുന്നു. കൊട്ടാരക്കരയിൽ നിന്നുള്ള സ്കൂബ ഡൈവേഴ്സ് ഉൾപ്പെടെയുള്ള ഫയർഫോഴ്സ് സംഘമാണ് രക്ഷാപ്രവർത്തനത്തിനെത്തിയത്. രക്ഷാപ്രവർത്തനത്തിനിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ അർച്ചനയുമായി സംസാരിക്കുകയും ചെയ്തു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ സോണി അർച്ചനയെ രക്ഷിക്കാനായി കിണറ്റിലേക്ക് ഇറങ്ങി. ഈ സമയത്ത് കിണറിന്റെ കൈവരി ഇടിയുകയും കിണറിനോട് ചേർന്ന് നിന്ന ശിവകൃഷ്ണനും കൂടി ഉള്ളിലേക്ക് വീഴുകയുമായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സോണിയെ പുറത്തെടുത്തെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. തുടർന്ന് അർച്ചനയുടെയും ശിവകൃഷ്ണന്റെയും മൃതദേഹങ്ങൾ പുറത്തെടുത്തു. കിണറിന്റെ കൈവരി ഇടിഞ്ഞ് പാറക്കഷ്ണങ്ങൾ തലയിൽ പതിച്ചതാണ് മരണകാരണം. ശിവകൃഷ്ണന്റെ ഭാഗത്തു നിന്നുണ്ടായ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. കിണറിന്റെ സമീപത്തേക്ക് വരരുത് എന്ന് ഫയർഫോഴ്സ് സംഘം മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. പഴയ കിണറായിരുന്നു എന്നതും കൈവരി ദുർബലമായിരിക്കാം എന്നതും മുന്നിൽ കണ്ടാണ് മുന്നറിയിപ്പ് നൽകിയത്. എന്നാൽ രക്ഷാപ്രവർത്തനത്തിനിടെ ശിവകൃഷ്ണൻ മുന്നറിയിപ്പ് അവഗണിച്ച് കിണറിന്റെ സമീപത്തേക്ക് എത്തുകയായിരുന്നു. ഇയാൾ നിന്ന സ്ഥലത്തു നിന്നാണ് കൈവരി ഇടിഞ്ഞ് താഴേക്കു വീണത്. 3 കുട്ടികളുടെ അമ്മയാണ് മരിച്ച അർച്ചന. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ദീപാവലി പ്രമാണിച്ച് റെയിൽവേ സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചു. ബംഗളൂരിൽ നിന്ന് കൊല്ലത്തേക്കും തിരിച്ചും 2 സ്പെഷ്യൽ ട്രെയിനുകളാണ് പ്രഖ്യാപിച്ചത്. കൊല്ലത്തേക്കുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ ഈ മാസം 16-നും 21-നുമാണ് പുറപ്പെടുക. SMVT ബംഗളൂരു കൊല്ലം സ്പെഷ്യൽ എക്സ്പ്രസ് ട്രെയിൻ ഒക്ടോബർ 21 രാത്രി 11-ന് ബംഗളൂരിൽ നിന്ന് പുറപ്പെടും. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12:55-ന് കൊല്ലത്തെത്തും. കൊല്ലം ബംഗളൂരു കന്റോൺമെന്റ് സ്പെഷ്യൽ എക്സ്പ്രസ് ഒക്ടോബർ 25-ന് വൈകിട്ട് 5-ന് കൊല്ലത്ത് നിന്ന് പുറപ്പെടും. പിറ്റേ ദിവസം രാവിലെ 9:45-ന് ബംഗളൂരു കന്റോൺമെന്റിൽ എത്തും. SMVT ബംഗളൂരു കൊല്ലം സ്പെഷ്യൽ എക്സ്പ്രസ് ഒക്ടോബർ 16-ന് വൈകിട്ട് 3-ന് ബംഗളൂരിൽ നിന്ന് പുറപ്പെടും. പിറ്റേ ദിവസം രാവിലെ 6:20-ന് കൊല്ലത്തെത്തും. കൊല്ലം ബംഗളൂരു കന്റോൺമെന്റ് സ്പെഷ്യൽ എക്സ്പ്രസ് ഒക്ടോബർ 17-ന് രാവിലെ 10:45-ന് കൊല്ലത്ത് നിന്ന് പുറപ്പെടും. പുലർച്ചെ 3:30-ന് ബംഗളൂരു കന്റോൺമെന്റിൽ എത്തിച്ചേരും. പാലക്കാട്, തൃശൂർ, ആലുവ, എറണാകുളം ടൗൺ, കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര, കായംകുളം സ്റ്റേഷനുകളിൽ ഈ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് ഉണ്ടാകും. ഒക്ടോബർ 13-ന് രാവിലെ 8 മുതൽ റിസർവേഷൻ ആരംഭിക്കും. ന്യൂസ് ഡെസ്ക്, സൗത്ത് വിഷൻ. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്ന് സർവകാല റെക്കോർഡിൽ. പവന് 840 രൂപ ഉയർന്ന് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. 1 പവൻ 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില നിലവിൽ 91,960 രൂപയാണ്. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്ന് സർവകാല റെക്കോർഡിൽ. ഇന്ന് രാവിലെ അന്താരാഷ്ട്ര സ്വർണ്ണവില $55 ഉയർന്ന് $4,072 സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ ഉയർന്നു. പവന് 840 രൂപ ഉയർന്നതോടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയിലാണ് സ്വർണം. 1 പവൻ 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില നിലവിൽ 91,960 രൂപയാണ്. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ 5%, GST 3%, ഹോൾമാർക്കിംഗ് ചാർജും ചേർത്താൽ ഇന്ന് 1 പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ 99,000-ന് മുകളിൽ നൽകണം.
ന്യൂസ് ഡെസ്ക് സൗത്ത് വിഷൻ. പുനലൂരിലെ ഗതാഗത സ്തംഭനത്തിന് പരിഹാരം കാണുന്നതിന് കല്ലടയാറിന് കുറുകെ പുതുതായി പാലം നിർമ്മിക്കുന്നതിനുള്ള സാധ്യതാ പഠനം നടത്തുന്നു. കല്ലടയാറിന്റെ തീരത്തുള്ള പുനലൂർ തൃക്കോതേശ്വര മഹാദേവർ ക്ഷേത്രക്കടവിൽ സർവേ നടപടികൾ ആരംഭിച്ചു. 120 മീറ്റർ നീളത്തിലും 10 മീറ്റർ വീതിയിലുമായിരിക്കും പാലം നിർമ്മിക്കുക. പുനലൂരിലെ ഗതാഗത സ്തംഭനത്തിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് കല്ലടയാറിന് കുറുകെ പുതിയതായി പാലം നിർമ്മിക്കുന്നതിനുള്ള സാധ്യതാ പഠനം നടത്തുന്നത്. കല്ലടയാറിന്റെ തീരത്തുള്ള പുനലൂർ തൃക്കോതേശ്വര മഹാദേവ ക്ഷേത്രക്കടവിൽ സർവേ നടപടികൾ ആരംഭിച്ചു. PS സുബാൽ MLA, നഗരസഭാ അധ്യക്ഷ K പുഷ്പലത എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സർവേ ആരംഭിച്ചത്. സർവേ പൂർത്തിയാക്കി 2 മാസത്തിനുള്ളിൽ വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കാനാണ് ലക്ഷ്യമെന്ന് MLA പറഞ്ഞു. കടവ് ഒഴിവാക്കിക്കൊണ്ടായിരിക്കും നമ്മൾ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുക. ഈ കടവ് പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ട്. അപ്പോൾ നമുക്ക് തൊട്ടപ്പുറത്ത് നമ്മുടെ കൈപ്പുഴ ക്ഷേത്രത്തിൻ്റെ അവിടെയാണ് ഇത് എത്തിച്ചേരുക. അതിപ്പോൾ ഇടത്താവളമായിട്ട് പ്രഖ്യാപിച്ച് അതിൻ്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിന് കൂടുതൽ പൈസ ദേവസ്വം ബോർഡ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട എസ്റ്റിമേറ്റ് നമ്മൾ സമർപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ 2 ക്ഷേത്രങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം കൂടി കൈവരുന്ന തരത്തിലാണ് നമുക്ക് ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ ഒരു പൊതു ഗതാഗത സംവിധാനത്തിന് വലിയ മാറ്റമുണ്ടാകും. അതോടൊപ്പം തന്നെ ഈ 2 ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും കൂടുതൽ സഹായകരമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, നമ്മൾ പുനലൂർ ബൈപ്പാസിന് വേണ്ടി ഇൻവെസ്റ്റിഗേഷൻ നടപടികൾക്ക് വേണ്ടി ആദ്യം 30 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ആ 30 ലക്ഷം രൂപ വെച്ചുകൊണ്ടാണ് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ പൂർത്തീകരിച്ച് അതിൻ്റെ നടപടികളിലേക്ക് നമ്മൾ പ്രവേശിച്ചത്. ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും കേന്ദ്ര മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായി ചർച്ച നടത്തുകയും കേരളത്തിലെ ഹൈവേയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി. ദേശീയപാത അതിൻ്റെ ഉദ്ഘാടന പരിപാടിയിലേക്ക് കേന്ദ്രമന്ത്രിയെ ക്ഷണിക്കുകയുണ്ട്. അവിടെ നമ്മുടെ പുല്ലൂർ ബൈപ്പാസിൻ്റെ കാര്യം ചർച്ചയ്ക്ക് വരികയുണ്ടായി. അവിടെ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ അന്തിമ അംഗീകാരം നൽകും എന്നുള്ള തരത്തിലാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ള ധാരണ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നിലവിലുള്ള ദേശീയപാത 744 അത് ഇപ്പോൾ നമുക്കറിയാം ഗ്രീൻഫീൽഡ് ഹൈവേ വരികയാണ് 746. അത് ഇടമൺ തിരിഞ്ഞ് പിന്നെ കടമ്പാട്ടുകോണത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ മുതൽ നമുക്ക് തിരുവനന്തപുരം വരെയുള്ള ഭാഗം അത് ഒരു ഹൈവേ ആണെങ്കിലും അതിനൊരു ഹൈവേയുടെ പകിട്ടില്ല, സൗകര്യങ്ങളില്ല, ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നു. അതിനൊരു ബദൽ സംവിധാനം എന്നുള്ള തരത്തിലാണ് നമ്മൾ പുല്ലൂർ ടൗൺ ടച്ച് ചെയ്യാതെ ഒരു ബൈപ്പാസിന്റെ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ തീരുമാനിച്ചത്. ശിവൻകോവിൽ കടവിൽ നിന്ന് നെല്ലിപ്പള്ളി കൈപ്പുഴ മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലായി പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയിൽ ചേരും വിധമാണ് പാലം നിർമ്മിക്കാൻ പദ്ധതിയിടുന്നത്. ഏകദേശം 120 മീറ്റർ നീളത്തിലും 10 മീറ്റർ വീതിയിലുമായിരിക്കും പാലം. സമീപ റോഡുകൾ ഉൾപ്പെടെ ആകെ 160 മീറ്ററോളം നീളം വരും. KSRTC ജംഗ്ഷനിൽ നിന്ന് മൂർത്തിക്കാവ് വഴി ശിവൻകോവിലേക്കുള്ള റോഡിന്റെ തുടർച്ചയെന്ന നിലയിലായിരിക്കും പാലം. നിലവിൽ പുനലൂരിൽ കല്ലടയാറ് കടക്കാൻ തൂക്കുപാലത്തിനോട് ചേർന്നുള്ള വലിയ പാലം മാത്രമേ ഉള്ളൂ. ഈ പാലത്തിന് ബലക്ഷയമുണ്ടായാൽ പുഴ കടക്കാൻ വാഹനങ്ങൾക്ക് കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ടി വരും. എറണാകുളം ആസ്ഥാനമായ കമ്പനിയാണ് സർവേക്കും പഠനത്തിനും കരാർ എടുത്തിട്ടുള്ളത്. ഈ ആവശ്യം ഉന്നയിച്ച് MLA സർക്കാരിന് നിവേദനം നൽകുകയും തുടർന്ന് കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ ടോക്കൺ പ്രൊവിഷൻ ലഭിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഭൂമി ഏറ്റെടുക്കലിനും നിർമ്മാണ പ്രവർത്തിക്കുമായി മരാമത്ത് വകുപ്പ് 22 കോടി രൂപയുടെ അടങ്കൽ തയ്യാറാക്കി. ഇത് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പഠനം നടത്തി DPR തയ്യാറാക്കാൻ സർക്കാർ 7.33 ലക്ഷം രൂപ അനുവദിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് സർവേ നടപടികൾ ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഓച്ചിറ പായിക്കുഴി 1-ാം വാർഡിൽ വൈദ്യുതി എത്താത്ത 6 കുടുംബങ്ങൾക്ക് വൈദ്യുതി എത്തിച്ചു. CR മഹേഷ് MLAയുടെ അഭ്യർത്ഥന പ്രകാരം ഗൾഫ് മലയാളി സംഘടനയായ പരബ്രഹ്മ സേവാ സമിതിയുടെ സഹായത്തോടെയാണ് വീടുകളിൽ വൈദ്യുതി എത്തിച്ചത്. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ ലൈഫ് പദ്ധതി വഴി നൽകിയ കുടുംബങ്ങൾക്കാണ് വൈദ്യുതി ലഭിച്ചത്. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിലെ പായിക്കുഴി 1-ാം വാർഡിലാണ് വൈദ്യുതി എത്താത്ത 6 കുടുംബങ്ങൾക്ക് വൈദ്യുതി എത്തിച്ചു നൽകിയത്. CR മഹേഷ് MLAയുടെ അഭ്യർത്ഥന പ്രകാരം ഗൾഫ് മലയാളി സംഘടനയായ പരബ്രഹ്മ സേവാ സമിതിയുടെ സഹായത്തോടെയാണ് വൈദ്യുതി എത്തിച്ചത്. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് പദ്ധതി വഴി വീട് ലഭിച്ച കുടുംബങ്ങൾക്കാണ് വൈദ്യുതി നൽകിയത്. വൈദ്യുതി സ്വിച്ച് ഓൺ കർമ്മം CR മഹേഷ് MLA നിർവഹിച്ചു. ദുബൈയിൽ പ്രവർത്തിക്കുന്ന പരബ്രഹ്മ സേവാ സമിതി നമ്മുടെ പെരിശേൽ ബാബുചേട്ടന്റെയും ഗ്രാൻഡ് ഹൈനസ് സ്വാമിനാഥന്റെയും ഒക്കെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ പരബ്രഹ്മത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അവരുടെ മനസ്സുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവർക്ക് ഈ 3-4 കുടുംബങ്ങൾക്ക് കറണ്ട് ലഭ്യമായത്. അതിനുവേണ്ടി പ്രവർത്തിച്ച ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാരെയും വളരെ വേഗത്തിൽ തന്നെ ഇതിന് നടപടികൾ ആരംഭിച്ച് പൂർത്തീകരിച്ച ഇലക്ട്രിസിറ്റി ബോർഡിനെയും പരബ്രഹ്മ സേവാ സമിതിയെയും അതിൻ്റെ ഭാരവാഹികളെയും ഈ അവസരത്തിൽ നന്ദിയോടുകൂടി
ഓർത്തുകൊണ്ട് പഞ്ചായത്ത് അംഗം RD പത്മകുമാർ, BS വിനോദ്, അൻസാറെ മലബാർ, KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ അജിത, സബ് എഞ്ചിനീയർ ബിജോയി, KB ഹരിലാൽ, സുൽഫിഖാൻ, ഷാജി ചോയ്സ്, ഷാജിലാൽ, AB വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ആദരവും അനുമോദനവും നടത്തി. വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ സബ് ഇൻസ്പെക്ടർ ധന്യ KS-നെയാണ് ആദരിച്ചത്. കേരള പോലീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നത്തൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആദരവും അനുമോദനവും സംഘടിപ്പിച്ചത്. കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നത്തൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്തുത്യർഹ സേവനത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ലഭിച്ച ധന്യ KS-നെ ആദരിച്ചത്. കാരാളി ജംഗ്ഷനിലെ കുമ്പളത്ത് ശങ്കുപിള്ള സ്മാരക ഗ്രന്ഥശാലയിലായിരുന്നു ആദരവ് ഒരുക്കിയത്. കോവൂർ കുഞ്ഞുമോൻ MLA ആദരവ് ഉദ്ഘാടനം ചെയ്തു. സർവീസിലിരിക്കുമ്പോൾ എല്ലാവരും നല്ല നിലയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഒന്ന് രണ്ട് പേർ ചിലപ്പോൾ തെറ്റ് കാണിച്ച ആ തെറ്റ് പൊതുസമൂഹത്തെ ആകെ ബാധിക്കുന്നു എന്ന് പൊതുസമൂഹം പറയുകയാണ്. അങ്ങനെയല്ല, ഏതെങ്കിലും ഒരു പോലീസുകാരൻ തെറ്റ് കാണിച്ചാൽ കടുത്ത ശിക്ഷ തന്നെ കൊടുക്കും. രണ്ടാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ തെറ്റ് കാണിച്ച 97 പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും അത് വളരെ ആഴത്തിൽ ചിന്തിച്ചിട്ടും ആലോചിച്ചിട്ടുമാണ് ആ 97 പോലീസുകാരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത് നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയും. KPPA കുന്നത്തൂർ മേഖലാ പ്രസിഡന്റ് M അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു. പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ C ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. സംഘടനാ സംസ്ഥാന നിർവാഹക സമിതി അംഗം CD സുരേഷ്, ജില്ലാ സെക്രട്ടറി K മഹേഷൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ A രാജേന്ദ്രൻ, J തമ്പാൻ, പഞ്ചായത്ത് അംഗം R രജില, കുമ്പളത്ത് ശങ്കുപിള്ള സ്മാരക ഗ്രന്ഥശാല സെക്രട്ടറി R ചന്ദ്രൻപിള്ള, V ജയചന്ദ്രബാബു, R പ്രകാശൻ, ജയൻ കോതപുരം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേർന്നു. കൊല്ലം ജില്ലാ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ ജനറൽ ബോഡിയും ഇതോടൊപ്പം നടന്നു. കൊല്ലം രാമവർമ്മ ക്ലബ്ബിലാണ് യോഗം ചേർന്നത്. കൊല്ലം രാമവർമ്മ ക്ലബ്ബിലാണ് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗവും കൊല്ലം ജില്ലാ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷന്റെ ജനറൽ ബോഡിയും നടന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GST പരിധിയിൽ കൊണ്ടുവരികയെന്ന പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് സർക്കാരിന് നിവേദനം നൽകും. സംസ്ഥാന പ്രസിഡന്റ് ടോമി തോമസ് ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ജില്ലാ പ്രസിഡന്റ് മൈതാനം വിജയൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് സഫ സ്വാഗതം ആശംസിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മുഖ്യമന്ത്രിയുടെ മകനെതിരായ ED സമൻസിൽ പ്രതികരണവുമായി മന്ത്രി KN ബാലഗോപാൽ. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമാണ് ഇക്കാര്യങ്ങൾ പുറത്തു വരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യത്തിൽ ആർക്കും ഒന്നും അറിയില്ലെന്നും സമൻസ് കൊടുത്തെങ്കിൽ എന്തുകൊണ്ട് തുടരന്വേഷണം നടന്നില്ലെന്നും അദ്ദേഹം ചോദിച്ചു. ശബരിമലയിൽ തെറ്റായ ചില കാര്യങ്ങൾ നടന്നതായി കോടതി ചൂണ്ടിക്കാണിച്ചെന്നും ഒരു കുറ്റവാളി പോലും രക്ഷപ്പെടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകനെതിരായ ED സമൻസ് ഇപ്പോൾ വാർത്തയായി വരുന്നതിന് പിന്നിൽ എന്താണെന്ന് സംശയിക്കാവുന്നതേ ഉള്ളൂവെന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കൂടുതൽ കാര്യങ്ങൾ ഒന്നും ആർക്കും അറിയില്ല. സമൻസ് കൊടുത്തെങ്കിൽ എന്തുകൊണ്ട് തുടരന്വേഷണം നടത്തിയില്ലെന്നും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം എന്തുകൊണ്ട് ഇതൊക്കെ പുറത്തു വരുന്നുവെന്നും ബാലഗോപാൽ ചോദിച്ചു. കൊല്ലത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈന്തപ്പഴം, സ്വർണ്ണക്കടത്ത്, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളെത്തി എന്നും ആളുകളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല. ഇത്രയും വർഷം വരാത്ത കാര്യങ്ങൾ പെട്ടെന്ന് വലിയ വാർത്തയായി വരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടക്കാനിരിക്കെയാണ് ഇതെല്ലാം പുറത്തു വരുന്നതെന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് സംശയിക്കാവുന്നതേ ഉള്ളൂവെന്നും ബാലഗോപാൽ പറഞ്ഞു. ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ അടുത്ത ആഴ്ച വരും, അല്ലെങ്കിൽ അടുത്ത ഈ 2-3 ആഴ്ചക്കകം വരും. ഡേറ്റ് എന്താ വെച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കും. അത് കഴിഞ്ഞാൽ തൊട്ട് പിന്നാലെ അസംബ്ലി ഇലക്ഷനാണ്. ഇലക്ഷന്റെ സമയത്താണല്ലോ, കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്. ബിരിയാണി ചെമ്പിനകത്ത്, പിന്നെ ഈന്തപ്പഴത്തിനകത്ത്, പിന്നെ ഖുറാനകത്ത് ഒക്കെ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് എത്ര വാർത്തകളാണ് വന്നത്. എന്താ ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് മാത്രം ഇത്രയും ചില കാര്യങ്ങളും കഥകളും വരുന്നത്? എല്ലാ പ്രാവശ്യവും ആളുകളെ പറ്റിക്കാൻ പറ്റില്ല. എല്ലാ പ്രാവശ്യവും ആളുകളുടെ മുന്നിൽ ഇങ്ങനെ തെറ്റിദ്ധാരണാജനകമായ വാർത്ത കൊടുക്കാൻ പറ്റില്ല. കേരളത്തിൽ കാര്യങ്ങൾ നന്നായി നടക്കുന്നുണ്ട്. അത് ഓരോ കാര്യവും മറുപടി പറയാതെ പോകുന്നതല്ല ഇടതുപക്ഷ സർക്കാർ. ഇതേസമയം ശബരിമലയിൽ തെറ്റായ ചില കാര്യങ്ങൾ നടന്നതായി കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്നും അതിലൊരു കുറ്റവാളി പോലും സംരക്ഷിക്കപ്പെടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുറ്റക്കാരെ കയ്യാമം വെച്ച് അകത്താക്കും. അന്വേഷണം നടക്കുകയാണ്. അതിനിടയിൽ വിവാദവും പുകമറയും ഉണ്ടാക്കി കുളം കലക്കേണ്ട. കല്ലും നെല്ലും തിരിയട്ടെയെന്നും വിശ്വാസികളുടെ മുഴുവൻ അപ്പോസ്തലരായി ആരും വരേണ്ടെന്നും ബാലഗോപാൽ കൂട്ടിച്ചേർത്തു. കോടതി തല
ചില തെറ്റായ പ്രവണതകൾ ഉണ്ടോ എന്ന് സംശയിച്ച് ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ആ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. അതിനകത്ത് കുറച്ചുപേരുടെ പേരിൽ കാര്യങ്ങൾ വന്നു. അതിനകത്ത് ഞാൻ അവരുടെ രാഷ്ട്രീയമൊന്നും പറയുന്നില്ല. പക്ഷേ അത്തരം ആ കേസെടുത്തത് പൂർണ്ണമായും ഹൈക്കോടതി പറയുന്ന കാര്യങ്ങളെ പിന്തുണച്ച് അതിനൊപ്പം നിന്നിട്ട് ഗവൺമെന്റ് അന്വേഷിക്കുന്നുണ്ട്. ഒരു കുറ്റവാളി പോലും സംരക്ഷിക്കപ്പെടില്ല. കുറ്റവാളികളെ കയ്യാവം വെച്ച് അകത്താക്കുമെന്നുള്ള ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നിലപാട് നടപ്പിലാക്കും. വിവാദം ഉണ്ടാക്കി, പുകമറ ഉണ്ടാക്കി അതിന്റെ പേരിൽ ഈ കുളം കലക്കാനൊന്നും പറ്റില്ല. കൃത്യമായിട്ട് കല്ലും നെല്ലും തിരിയട്ടെ. ആരാണോ കുഴപ്പമുള്ളത് കണ്ടുപിടിച്ചോട്ടെ. കല്ലും നെല്ലും തിരിക്കാതെ ഇത് മൊത്തം പ്രശ്നം ഉണ്ടാക്കി, അവിടെ പ്രശ്നമാണ്, ഇവിടെ പ്രശ്നമാണ്. വിശ്വാസത്തിന്റെ മൊത്തം അപ്പോസ്തലന്മാരായിട്ട് കുറച്ചാളുകളൊന്നും ഇറങ്ങണ്ട. ഈ നാട്ടിലെ മഹാഭൂരിപക്ഷ ആളുകളും വിശ്വാസികൾ തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചവറ മണ്ഡലത്തിൽ RSPയുടെ നേതൃത്വത്തിൽ പ്രചാരണ ജാഥകൾ സംഘടിപ്പിച്ചു. പന്മന ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ജാഥ ശങ്കരമംഗലത്ത് നിന്നുമാണ് തുടങ്ങിയത്. മണ്ഡലത്തിലെ വികസന മുരടിപ്പിനും സംസ്ഥാന സർക്കാരിന്റെ അഴിമതിക്കുമെതിരെയാണ് ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. ചവറ മണ്ഡലത്തിലെ വികസന മുരടിപ്പും പിണറായി സർക്കാരിന്റെ അഴിമതി ഭരണവും ആരോപിച്ചാണ് RSP ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രചരണ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി പന്മന ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി താജു പോരോക്കര ക്യാപ്റ്റനായ ജാഥ ശങ്കരമംഗലത്ത് CP സുധീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വാഴയിൽ അസീസ് പതാക കൈമാറി. പന്മനയിലെ എല്ലാ വാർഡുകളിലൂടെയും സഞ്ചരിച്ച ജാഥ പുത്തൻചന്തയിൽ സമാപിച്ചു. സമാപന യോഗം RSP ചവറ മണ്ഡലം സെക്രട്ടറി ജസ്റ്റിൻ ജോൺ ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ കെടുതികൾ മൂലം ഇതിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ട് ദുരിതപൂർവമായ സാഹചര്യത്തിൽ കൂടി ജീവിക്കുവാൻ വിധിക്കപ്പെട്ടവർ അവരുടെ ജീവിതം അവരെ ഒന്ന് പുനരധിവസിപ്പിക്കുന്നു. തുടർച്ചയായ ഒരു ഗവൺമെന്റ് വന്നാൽ ആ ഗവൺമെന്റിന് കഴിയുന്നു. ഒരു ഗവൺമെന്റ് 5 വർഷക്കാലം കൊണ്ട് കാലാവധി പൂർത്തീകരിച്ച ഗവൺമെന്റ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അവരുടെ വീഴ്ചയാണെങ്കിൽ കൂടി നമുക്ക് പറഞ്ഞു നിൽക്കാം, ഞങ്ങൾക്ക് 5 വർഷമേ കിട്ടിയുള്ളൂ. പക്ഷെ അതാണോ സ്ഥിതി? 9.5 വർഷക്കാലമായി ഈ സംസ്ഥാനം ഭരിക്കുന്ന 9.5 വർഷക്കാലമായി ഈ സംസ്ഥാന സർക്കാരിന് കൈവെക്കുവാൻ വേണ്ടി ഇവിടെ ജയിച്ചു പോകുന്ന MLA-മാർ ഈ പ്രദേശത്തെ വികസന പ്രശ്നങ്ങളിൽ, വികസന പ്രവർത്തനങ്ങളിൽ ഈ പ്രദേശത്തെ അടുത്ത തലമുറയ്ക്ക് ഇവിടെ പണിയെടുക്കുവാൻ, തൊഴിലെടുക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്ന കാര്യത്തിൽ എന്ത് കൊണ്ടുവരുവാൻ കഴിഞ്ഞു എന്ന് RSP വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്. C ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പാലൂട്ട് രമേശ് ബാബു, മനോജ് മോൻ, HA ലത്തീഫ്, ബിലാൽ പനക്കാട്ട്, സുകന്യ, വി ഷിലു, ഹാഷിം, സുഭാഷ് കല്ലട, റഫീഖ് കിഴക്കേവീടൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. രക്ഷാപ്രവർത്തനത്തിനിടെ കൊട്ടാരക്കര നെടുവത്തൂരിൽ ദാരുണാപകടം. കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനുൾപ്പെടെ 3 പേർ മരിച്ചു. കിണറിന്റെ കൈവരി ഇടിഞ്ഞു വീണാണ് അപകടം. പുനലൂരിൽ കല്ലടയാറിന് കുറുകെ പാലം നിർമ്മിക്കുന്നു. സാധ്യതാ പഠനത്തിന് തുടക്കം. സർവേ നടപടികൾ ആരംഭിച്ചു. 120 മീറ്റർ നീളത്തിലാണ് പാലം. ദീപാവലി അവധി. റെയിൽവേ സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചു. ബംഗളൂരുവിൽ നിന്ന് കൊല്ലത്തേക്കും തിരിച്ചും 2 സ്പെഷ്യൽ ട്രെയിനുകളാണ് പ്രഖ്യാപിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.